ഞങ്ങളുടെ കുഞ്ഞാവ് ഉണ്ടായ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യുന്നതാണ് എൻഫാമിലെ ഈ ഒരു അയൺ ഡ്രോപ്സ്. ഇൻഫാൻസിനും ടോഡ്ലേഴ്സിനും ഒരുപോലെ പീഡിയാട്രീഷ്യൻസ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സപ്ലിമെൻറ്റ് കൂടിയാണിത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്ലിമെൻ്റ് ആണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ വിറ്റാമിൻ ഡിയുടെയും ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട്. ഇത് രണ്ടുമാണ് കുഞ്ഞുങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സപ്ലിമെൻറ്റ്. പിന്നെ ഇതവർക്ക് കൊടുക്കേണ്ടതിലും ഒരു കണക്കുണ്ട്. ഇത് ഓവർ ഡോസ് ആയി കഴിഞ്ഞാലും അത് പോയ്സൺ ആണ്. നിങ്ങളുടെ കുഞ്ഞിനെ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അങ്ങോട്ട് ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ആവശ്യമുണ്ടോ, അയൺ ഡ്രോപ്സിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ വിറ്റാമിൻ ഡിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളത്. പ്രത്യേകിച്ച് ന്യൂ ബോൺ പാരൻസ് ആകുമ്പോൾ നമുക്ക് ആ സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടതെന്ന് നമുക്ക് അത്രയും ധാരണ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അതുപോലെ മാക്സിമം ഡോക്ടേഴ്സ് പറയുന്ന ബ്രാൻഡ് തന്നെ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ കാനഡയിൽ കുഞ്ഞുവാവ ഉണ്ടായതിന് ശേഷം നമുക്കൊരു ക്ലാസ് തരും, പാരൻസിന് മാത്രമായിട്ടുള്ള ഒരു ക്ലാസ്. ആ ഒരു ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണെന്നുള്ളതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടൊക്കെ വ്യക്തമായ ഒരു ധാരണയും തരും. അതിൽ ഈ ഒരു 2 സപ്ലിമെൻറ്റും ഉണ്ടായിരുന്നു. ഒക്കെ പറഞ്ഞാലും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഡോക്ടേഴ്സ് എന്താണോ പറയുന്നത് അത് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ടാറ്റ.